കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. നെല്ലിക്ക വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലിട്ടിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. നെല്ലിക്ക ചൂടാറിയതിന് ശേഷം പൊളിച്ചെടുത്താൽ ഈ ഒരു പാകത്തിലിട്ടുണ്ടാവുക. 10-12 വെളുത്തുള്ളി, 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കണം ഈ ഒരു പാകത്തിൽ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഞാനിതൊരു മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കണത്. ഇതിലൊരു 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉലുവ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ തളിച്ച് വെച്ചത് ഇതിലിട്ടിട്ട് അത് നല്ലോണം മൂപ്പിക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പച്ചമണം മാറിയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ച നെല്ലിക്ക അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. സാധാരണ നമ്മൾ നെല്ലിക്ക മുഴുവനായിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ടാണല്ലോ ഉപ്പിലിടല്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പിലിടുന്നത്. ഇപ്പോൾ നെല്ലിക്ക ഇളക്കി യോജിപ്പിച്ചിട്ട് ആ അരപ്പൊക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിവാക്കരുത്. വിറ്റാമിൻ സി മുഴുവനും ആ വെള്ളത്തിലാണ് ഉണ്ടാവുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഇനി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ലേശം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഊറ്റിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കൂട്ടൊന്ന് തിളപ്പിക്കുക. തളവല്ലാതെ തിളച്ച് മറയണ്ട. ഇങ്ങനെ ഒന്ന് ഉള്ളി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് സുർക്ക ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഒരു വെറൈറ്റി നെല്ലിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുക. നെല്ലിക്ക അച്ചാറിട്ടതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ. അത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുക. അപ്പം എല്ലാവരും ഇനി നെല്ലിക്ക വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.